മീനമാസത്തിലെ പൗർണമി നാളിൽ ഉത്രം നക്ഷത്രത്തിൽ ആഘോഷിക്കുന്ന ഉത്സവമാണ് പൈങ്കിനി ഉത്രം. എല്ലായ്പ്പോഴും പൗർണമിയും ഉത്രവും ഒരേപോലെ വരാറില്ല. അതിനാൽ തന്നെ മീനമാസത്തിലെ ഉത്രം നക്ഷത്രമാണ് പൈങ്കിനി ഉത്രത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൈങ്കിനി ഉത്രം എന്നാൽ ആദ്യം ഓർമ്മയിലെത്തുന്നത് ആശ്രിത വത്സലനും കലിയുഗവരദനും താരക ബ്രഹ്മവുമായ ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ ജന്മദിനം എന്നതാണ്. എന്നാൽ ഈ പ്രത്യേക വിശേഷ ജന്മദിനത്തിനൊപ്പം തന്നെ ധാരാളം മറ്റ് വിശേഷങ്ങളും പ്രത്യേകതകളും ഈ ദിനത്തിനുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഭഗവാൻ അയ്യപ്പനിലേക്ക് തന്നെ വരാം. മഹിഷി നിഗ്രഹത്തിനായി ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമി ഇഹലോകത്ത് അവതാരമെടുത്തത് മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ്. അതിനാൽ തന്നെ ശബരിമല ക്ഷേത്രത്തിലെ 10 ദിവസത്തെ ആറാട്ട് ഉത്സവം പൈങ്കിനി ഉത്രത്തിനാണ്. ശനിയുടെ അതിദേവതയായ ശാസ്താവിനെ ഈ ദിവസം ഭജിക്കുന്നത് ശനിദോഷങ്ങൾ അകറ്റാൻ വളരെ ഫലപ്രദമാണ്. ഈ ദിവസം ശാസ്താ ക്ഷേത്ര ദർശനം നടത്തി നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ശനിദോഷ ശാന്തിക്കായി വിവാഹിതർ പങ്കാളിയോടൊപ്പം ശാസ്താ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. അയ്യപ്പന്റെ ജന്മദിനത്തിൽ ഭഗവത് സന്നിധിയിൽ എള്ളുതിരി കത്തിക്കുന്നതും നീല ശംഖുപുഷ്പം കൊണ്ട് പുഷ്പാർച്ചന നടത്തുന്നതും എള്ളുപായസം നിവേദിക്കുന്നതും കാലദോഷം മാറുന്നതിന് അത്യുത്തമമാണ്. ശൈവശാക്തേയ ചൈതന്യം അതിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന മാസമാണ് മീനം. കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങൾ കൂടി ദുഃഖനിവൃത്തി നേടാൻ ഏറ്റവും അനുയോജ്യമായ കാലം കൂടിയാണ് മീനം. മീനമാസത്തിലെ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം പൈങ്കിനി ഉത്രം വ്രതമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ പൈങ്കിനി ഉത്രം ദിനത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ശിവപാർവതിമാരുടെ തൃക്കല്യാണ ദിവസം പൈങ്കിനി ഉത്രം നാളിലാണെന്നാണ് വിശ്വാസം. ഹിമവൽപുത്രിയായ പാർവതീദേവി പരമശിവനെ സ്വന്തമാക്കിയ ഈ ദിവസം കല്യാണവ്രതം എന്ന പേരിലും പ്രസിദ്ധമാണ്. ഗൗരിയുടെ രൂപത്തിലുള്ള പാർവതീദേവി കാഞ്ചീപുരത്ത് ഭഗവാൻ പരമശിവനെ വിവാഹം കഴിച്ചു എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ആയതിനാൽ ഈ ദിവസം ഗൗരി കല്യാണം എന്ന പേരിലും അറിയപ്പെടുന്നു. ഭഗവാൻ സുബ്രഹ്മണ്യനും ദേവി ദേവസേനയും തമ്മിലുള്ള തിരുമണവും ഈ ദിവസമാണ്. പഴനിയിൽ 10 ദിവസത്തെ ഉത്സവം പൈങ്കിനി ഉത്രം വരുന്ന സമയത്താണ് നടക്കുന്നത്. ഉത്രം ദിനത്തിലാണ് പഴനിയിലെ പ്രശസ്തമായ തേരോട്ടം. തിരുച്ചെന്തൂരിൽ ശ്രീമുരുകനും വള്ളിദേവിയും തമ്മിലും തിരുപ്രംകുണ്ടത്ത് ശ്രീമുരുകനും ദേവി ദേവസേനയും തമ്മിലുള്ള തിരുമണം ആഘോഷിക്കുന്നത് ഈ ദിവസമാണ്. 8 മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കിനി ഉത്രമെന്ന് സ്കന്ദപുരാണം വിശേഷിപ്പിക്കുന്നു. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരും കുടുംബജീവിതത്തിലെ വിഷമങ്ങളും സന്താനങ്ങൾ കാരണം ദുഃഖം അനുഭവിക്കുന്നവരും പൈങ്കിനി ഉത്രവ്രതം അനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ പ്രീതി നേടിയാൽ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ഐശ്വര്യവും സന്തോഷവും ലഭ്യമാകുമെന്നും വിശ്വസിക്കുന്നു. ഈ ദിനത്തിൽ കല്യാണവ്രതം എടുത്തിട്ടാണ് വിഷ്ണു ഭഗവാന് ലക്ഷ്മി ദേവിയെയും ബ്രഹ്മദേവന് സരസ്വതി ദേവിയെയും വള്ളിക്കും ദേവസേനയ്ക്കും ശ്രീമുരുകനെയും സീതാദേവിക്ക് ശ്രീരാമചന്ദ്രനെയും ജാമ്പവതിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെയും അഗസ്ത്യർക്ക് ലോപമുദ്രയെയും ഇന്ദ്രദേവന് ഇന്ദ്രാണിയും ലഭിച്ചതെന്ന് പുരാണങ്ങൾ പറയുന്നു. പാലാഴി മഥന സമയത്ത് ലക്ഷ്മി ദേവി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നത് ഈ ദിവസമാണ് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. ആയതിനാൽ ഈ പുണ്യദിനം മഹാലക്ഷ്മി ജയന്തിയായും ആഘോഷിക്കുന്നു. ബ്രഹ്മാണ്ഡ പുരാണ പ്രകാരം പൈങ്കിനി ഉത്രം നാളിൽ ദശലക്ഷക്കണക്കിന് ദേവന്മാർ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിൽ 7 പുണ്യജലാശയങ്ങളിൽ ഒന്നായ തുമ്പുരു തീർത്ഥത്തിൽ സ്നാനം ചെയ്തു എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. ആയതിനാൽ ഈ സമയത്ത് ക്ഷേത്ര ജലാശയത്തിൽ കുളിക്കുന്നത് പുനർജന്മ ചക്രത്തിൽ നിന്നും ഒരാളെ മോചിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രശസ്തമായ പള്ളിവേട്ടയും ഇന്നേ ദിവസമാണ്.